ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ടുമോറോ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി സദേൺ ഡെർബി പോരാട്ടമാണ്. അപ്പോൾ രണ്ടാമത്തെ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ. ഇനിയും ഒന്നാമത് മത്സരങ്ങൾ ജംഷഡ്പൂർ എഫ് സി അതുപോലെ മോഹൻ ബഗാനെതിരൊക്കെ തീരാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എന്നതാ ബാംഗ്ലൂർ എഫ് സിക്കെതിരായിട്ടുള്ള രണ്ടാമത് മത്സരം വന്നിരിക്കുകയാണ് സീസണിലെ. അപ്പോൾ നാളെയാണ്. അപ്പോൾ ഫസ്റ്റ് മത്സരം ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതില്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം ഹോം തട്ടകമായ കൊച്ചിയിൽ വന്ന് അവർ 3-1 കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാണ്. ആ മത്സരത്തിലുണ്ടായ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് നമ്മൾ പരാജയപ്പെട്ടെന്നുള്ളത്. കളി നമ്മുടെ കാലിലായിരുന്നെങ്കിലും അവരാണ് ഗോളടിച്ചത്. 3-1 നമ്മുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക്. അങ്ങനെ ഇനി അത് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് നാളെ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ. അപ്പോൾ എല്ലാവർക്കും അറിയാം എത്രമാത്രം ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചും അതുപോലെ ബാംഗ്ലൂർ എഫ് സി ആരാധകരെ സംബന്ധിച്ചും. ആ ഒരു റൈവൽറി എത്രമാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. ക്രൂഷ്യൽ മാച്ചാണ്. പിന്നെ അതുപോലെ അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അവിടെ പോയിട്ട് മറ്റൊരു വസ്തുത എന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയായിട്ടും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഹോം തട്ടകത്തിൽ പോയിട്ട് അവരെ പരാജയപ്പെടുത്താൻ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു ഒരു സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ അത് മറികടക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. നിലവിലെ ഇരു ടീമുകളുടെയും കറൻറ്റ് ഫോമും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ അത്ര നല്ല ഫോമിലല്ല ബാംഗ്ലൂർ എഫ് സി. പിന്നെ നമ്മുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ അത്രയും മോശം ഫോമിലാണ് നിൽക്കുന്നത്. അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കെതിരെ അവരന്ന് 3-1 വിജയിച്ചെങ്കിലും അന്നത്തെ മത്സരത്തിൽ നമ്മളായിരുന്നു കൂടുതൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ പല കുറവുകളും നമ്മൾ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ തൊട്ടടുത്ത മത്സരത്തിൽ ഗോവയ്ക്കെതിരെ 3-0 തോൽവിയായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമുക്കെതിരെ കളിച്ചതിന് ശേഷം അവർ 4 കളി കളിച്ചതിൽ ആകെ ഒരു വിജയം മാത്രമാണുള്ളത്. ബാക്കി 2 തോൽവി പിന്നെ ഒരു സമനിലയാണുള്ളത്. അവർക്ക് ലാസ്റ്റ് മാച്ച് ഇപ്പോൾ ഒഡീഷ എഫ് സിക്കെതിരെ 4-2 തോൽവിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയായാലും അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ നമുക്കെതിരെ വിജയം അനിവാര്യമായിരിക്കും. അവർ അതിന് വേണ്ടി തന്നെയായിരിക്കും കളിക്കുക. നമ്മളെ സംബന്ധിച്ചാണെങ്കിലോ ലാസ്റ്റ് കളിച്ച 4 മത്സരത്തിൽ 3 തോറ്റിട്ടുണ്ട്. അത് നമ്മുടെ ഹോം മാച്ചിലേക്കാണ് തോൽക്കുന്നത്. അതിൽ ആകെ ഒരു ആശ്വാസം നൽകിയത് ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള 3-0 വിന്നാണ്. അപ്പോൾ ഈ ഒരു മത്സരം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ മാച്ച് തന്നെയാണ്. ഇനി മുന്നോട്ട് ഈ സീസണിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വെക്കണമെങ്കിൽ ഈ മത്സരം വിജയിക്കൽ അത്രയും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ മുമ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ പോയിന്റ് ടാബിളിലൊന്നും നമ്മുടെ മുകളിലെ ടീമിൽ അത്ര വലിയ വ്യത്യാസമില്ല. എല്ലാവരും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് നിലവിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ISL 1ഉം 2ഉം സ്ഥാനക്കാർ മാത്രം മോഹൻ ബഗാനും ബാംഗ്ലൂരും മാത്രം അത്ര മുകളിലുള്ളൂ. പിന്നെ ഗോവയും ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ബട്ട് നമുക്ക് 4ാം സ്ഥാനത്തേക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ കയറാൻ സാധിക്കും. 16 പോയിൻ്റാണ് ഒഡീഷയ്ക്കുള്ളത്. 11 മത്സരങ്ങളുണ്ട്. നമുക്ക് 10 മത്സരത്തിൽ നിന്ന് 11 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ വെറും 5 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മളൊരു മത്സരം കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത മത്സരത്തിലേക്ക് ജയിക്കുകയാണെങ്കിൽ 2 പോയിൻറ്റിൻ്റെ ഗ്യാപ്പൊക്കെ നമുക്ക് ഇവർക്കെതിരെ ഇടയിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഇനിയും മുകളിലേക്ക് പ്ലേ ഓഫിലേക്കൊക്കെ ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒട്ടും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരം വളരെ അനിവാര്യമാണ് ജയിച്ചാൽ അത് ടീമിൻ്റെ ആ ക്യാമ്പിലുണ്ടാകുന്ന വളരെ ഒരു ബൂസ്റ്റ് ആയിരിക്കും. ബാംഗ്ലൂർ എഫ് സിക്കെതിരെ അവരെ തട്ടകത്തിൽ പോയി ജയിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ നോഹ സദോയ് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഉണ്ടായിട്ടില്ല. ഈ മത്സരത്തിൽ വരുമ്പോൾ സദോയി ഉണ്ട്. അപ്പോൾ അതെന്ത് വ്യത്യാസം കൊണ്ടുവരും, എങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ കണ്ടറിയേണ്ടതാണ്. പിന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ബാംഗ്ലൂർ എഫ് സിയിൽ ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു പ്ലെയർ അത് പെരേര ഡയാസ് തന്നെയാണ്. നമുക്കെതിരെയാണ് ഈ സീസണിൽ 5 മത്സരം എന്തോ കളിച്ചിട്ട് ആകെ ഒരു ഗോളെ ചങ്ങായി അടിച്ചിട്ടുള്ളൂ. അതാണെങ്കിൽ നമുക്കെതിരെയാണ്. അതുപോലെ നമ്മളിൽ നിന്ന് പോയിട്ട് ഏത് ടീം കളിച്ചിട്ടുണ്ടോ നമുക്കെതിരെ കളിക്കുന്നുണ്ടോ അയാളെല്ലേ കളിയില്ല ചങ്ങായി. ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. എല്ലാ കളിയിലും പുള്ളി ഗോൾ അടിക്കുന്നുണ്ട്. അത്രയും അതിലേക്കുള്ള സെലിബ്രേഷൻ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ മത്സരത്തിൽ എങ്ങനെയായാലും അത് ഡേഞ്ചർ തന്നെ ആയിരിക്കും. ഡയാസ് നമുക്കെതിരെ ഗോൾ എപ്പോഴും അടിക്കുന്ന ഒരു പ്ലെയറാണ് പെരേര ഡയാസ്. അപ്പോൾ അതൊന്ന് പൂട്ടിക്കെട്ടേണ്ട തന്നെയാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഇനി എങ്ങനെ അവർ പെർഫോം ചെയ്യും, എന്താകും നാളത്തെ മാച്ച് എന്നുള്ളതൊക്കെ കണ്ടറിയാം. നിങ്ങളൊരു ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് വിജയിച്ച് വരാൻ സാധിക്കട്ടെ. ആ ചരിത്രം അവിടുന്ന് മാറ്റി കുറിക്കാൻ സാധിക്കട്ടെ. ആദ്യ വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാൻ. ബൈ.